ഹായ് ഓൾ, സൈലത്തിൻ്റെ മൊഡ്യൂൾ എക്സാമുകൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ എക്സാമിൽ ആദ്യത്തെ 3 എക്സാമുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ആദ്യം മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞു, ബയോളജിയും കമ്പ്യൂട്ടർ സയൻസുമായിരുന്നു അടുത്തത്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 2025 ബോർഡ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടണം. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനായി ഏറ്റവും മികച്ച മാർഗം കൂടുതൽ പരീക്ഷകൾ എഴുതുക തന്നെയാണ്. അപ്പോൾ ആ ഒരു സീരീസിലെ ആദ്യത്തെ എക്സാമാണ് മൊഡ്യൂൾ എക്സാം. ഒരുപാട് എക്സാംസ് ആണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫിസിക്സിൻ്റെ എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ തികച്ചും ബോർഡ് എക്സാമിൻ്റെ അതേ പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുള്ളത്. 3 മണിക്കൂറിൻ്റെ 70 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു. ഓരോ സെക്ഷൻ വൈസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ബോർഡ് എക്സാമിന് കാണാൻ പോകുന്ന അതേ പാറ്റേൺ തന്നെ 5 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ എക്സാം നടത്തിയത്. ആദ്യ സെക്ഷനിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്, 16 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിൻ്റെ. അതിൽ 12 എണ്ണം ഡയറക്റ്റ് MCQ ആണ്, ബാക്കി 4 എണ്ണം അസേർഷൻ റീസൺ ടൈപ്പാണ്. അതിനുശേഷം സെക്ഷൻ ബിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചെറിയ ടൈപ്പ് പ്രോബ്ലംസിനും അതുപോലെ തന്നെ ചെറിയ ഡെറിവേഷൻസുമാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതിനുശേഷം സെക്ഷൻ ഡിയിലാണ് നിങ്ങൾ അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ തിയററ്റിക്കൽ നോളജും എങ്ങനെ ആ നോളജ് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് വലിയ ഡെറിവേഷൻസും വരും. അതിനുശേഷം സെക്ഷൻ ഡിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം നമുക്കറിയാം, ഒരു കേസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ സെക്ഷൻ. അവസാനത്തെ സെക്ഷനാണ് നമ്മുടെ essay സെക്ഷൻ വരുന്നത്. ആ സെക്ഷൻ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ എഴുതൽ കമ്പൽസറി ആണ്. 33 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫൈനൽ എക്സാമിന് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്. ഈ സെക്ഷനിലെ പ്രത്യേകത 3 സബ് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന തിയറി വെച്ച് അടിപൊളിയായിട്ട് എഴുതി പോകാം. സൈലത്തിൻ്റെ എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത തികച്ചും ബോർഡ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയാസ് കണക്കൂട്ടിയിട്ടാണ് നമ്മൾ എക്സാംസ് സെറ്റ് ചെയ്യുന്നത്. സോ അതേ പാറ്റേൺ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാലും കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എക്സാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ എക്സാമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിനും ഏറ്റവും മികച്ച രീതിയിൽ എക്സാമിന് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള മൊഡ്യൂൾ എക്സാംസും ഓരോ ചാപ്റ്റർ എക്സാംസും ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മൊഡ്യൂൾ എക്സാം സീരീസിൽ അടുത്ത ഊഴം കെമിസ്ട്രിയുടേതാണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ അടിപൊളിയായി നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയുള്ള ക്വിക്ക് റിവിഷൻ്റെ സമയമാണ്. ഈ വീക്കിൽ നമ്മൾ യൂട്യൂബിൽ പ്ലാൻ ചെയ്യുന്നത് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സിനും ലൈവുകളാണ്. വൈകുന്നേരം 8 മണിക്കാണ് ഈ ലൈവുകളുള്ളത്. സോ നമുക്ക് കെമിസ്ട്രിയുടെ പ്രിപ്പറേഷനും ഉഷാറാക്കണം. ഇതുവരെ അഗ്രി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ. ഒരുപാട് എക്സാം സീരീസ് ആയിട്ട് ഏറ്റവും മികച്ച മാർക്ക് ഈ വർഷം നമുക്ക് നേടിയെടുക്കാം.